അസ്സലാമു അലൈക്കും. ഇന്ന് രാത്രി ഫുഡ് പെരേ തന്നെയാണ് കേട്ടാ. നമ്മള് നൂഡിൽസും സേമിയയും ചേർന്നിങ്ങാണ്ടൊരു പരിപാടി ചെയ്യണം. ഇവിടെ ഇത് സേമിയാണ്, ഇത് നൂഡിൽസ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ സേമിയും ഇതും കൂടി ഞാൻ വെള്ളം നല്ല തിളച്ചിരിക്കുന്നുണ്ട്, അതിലേക്ക് ഇടുക കേട്ടാ. അപ്പൊ ഇത് തിളച്ച ഈ വെള്ളം കാണിച്ചു കൊടുത്ത് തിളച്ച് നിൽക്കുന്ന വെള്ളം കണ്ടില്ലേ, നല്ല തിളപ്പിച്ചതിന് ശേഷം ഈ രണ്ട് സാധനം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കട്ട. ഒന്ന് ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചൊന്നിങ്ങനെ ഇളക്കി, ആ വെള്ളത്തിനനുസരിച്ചിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ മൂടി വെച്ചിട്ടൊന്ന് മൂടി വെക്കട്ട. പണ്ട് കാലത്തൊക്കെ നമ്മളെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ട് എന്ത് അറിയോ, 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ആവുന്നു. എനിക്ക് ഇപ്പൊ പ്രായവും പറ്റുന്ന കുറെ കാലമായി. നമ്മൾ ഇത്രയും കാലം നൂഡിൽസ് ഉണ്ടാക്കിയിട്ടൊന്ന് 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ആയിട്ടില്ല. അതിന്റെ സാധനങ്ങളും ഇതൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കും എങ്ങനെ ആയാലും 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആവാം. അപ്പൊ ഇത് എത്ര സമയമാവുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അത്യാവശ്യം ചൂടായിട്ടാണ്, വെള്ളം നല്ല തിളച്ചിക്കണ്ട. നമ്മൾ തിളച്ച ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഇതാക്കൊന്നും വേണ്ട, അത്യാവശ്യം ഒരു ചെറിയ റെഡിയായി. ഇനിയിപ്പോ എന്താ ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഇത് ഈ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ലേശം നമുക്ക് ഈ നൂഡിൽസിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി എന്താ ചെയ്താലോ, കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ആ പഴമക്കാരുണ്ടാക്കണ മരുന്നല്ല ഇപ്പൊ ഞാൻ ഉണ്ടാക്കണതിന്റെ ഇതിന്റെ രീതി വേറെ രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ അതൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ്. ഒരു മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടില്ലേ, മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ മഞ്ഞപ്പൊടി ഒന്ന് അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് മഞ്ഞപ്പൊടി ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിന്റെ കൂടെ വരും ഒരു പാക്കറ്റ് മസാല വരില്ലേ, ഈ മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. അതിന്റെ മേൽഭാഗം ഇങ്ങനെ മുറിക്കാണ്ട് എളുപ്പമാണ് ഇടാനും മുറിക്കാനും പിടിക്കാനും ഒക്കെ. അതേമാതിരി അടുത്ത് രണ്ടാമതും ചെയ്യാം. നമ്മൾ ആ മസാല കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാ ഇനി എന്താ പരിപാടി, ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു മസാലയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ചുടുവെള്ളം, പിന്നെ ഈ സേമിയ, കുറച്ച് ഈ ഇതുണ്ട്, അതിന്റെ പേര് ആ ഒരു സാധനം കാണിച്ചിട്ടില്ല, അതും കൂടെ കേട്ടാ. വേറൊരു സാധനമില്ല. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു 5-6-10 മിനിറ്റ് ആവും ഇതൊന്ന് കറക്റ്റ് സെറ്റ് ആയിട്ട് വരാൻ. ഒരു കുറച്ചേരം ഇരിക്കട്ടെ കേട്ടാ. നമ്മള് സേമിയ റെഡി ആയി കണ്ടാ, നമ്മളൊന്ന് കണ്ടാടി. നമുക്ക് പൊടിഞ്ഞ് ഇറക്കാൻ പോവാണ്. കണ്ടില്ലേ, ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ല ദമ്മ് കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളമില്ല. ഇനിയിതിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് ഓഫാക്കി, സ്വിച്ച് ഓഫാക്കി ഇനി എന്താ ചെയ്യാ, ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിടും കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതെങ്ങനെ നേരെ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ നല്ല ദമ്മായിട്ട് വറ്റിയിട്ട് എന്ത് ചെയ്യാ, നേരെ പാത്രത്തേക്കാണ് മാറ്റിയാൽ മതിട്ടാ. അത് പാത്രത്തേക്ക് മാറ്റി ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് നേരെ പാത്രത്തേക്ക് ആക്കാം, സെർവ് ചെയ്താൽ. പിന്നെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് കുറേ പിന്നെ ഉള്ളി, അത് മസാല, അത് ഇതൊക്കെ കൂട്ടൂലേ, അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സാധനം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയാണെന്നറിയാം, മഞ്ഞപ്പൊടി മാത്രം, പിന്നെ മുളക്, ഉപ്പ് വേണമെന്നില്ല, അത്യാവശ്യം ഉപ്പ് ഇതിലുണ്ടല്ലോ, ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട്
അതൊന്നും നിങ്ങൾ ഇതേമാതിരി ചെയ്തിട്ടൊന്ന് തിന്ന് നോക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ മാതിരി കുറേ ഉള്ളിയും കുറേ അതും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മാതിരിയല്ല. ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സേമിയ മാത്രമേ ഉള്ളൂ. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി ഇത് നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. ഇത് തിന്നിട്ട് എങ്ങനെ എന്താന്നുള്ളത് ഞാനും പറയാം. ഓക്കെ.